ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സോഹോ ബുക്സിൻ്റെ ഒരു സെഷനിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് സോഹോ ബുക്സിൽ മാനേജ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബാങ്കിങ് മോഡ്യൂളിൽ വന്നിട്ട് ആഡ് ബാങ്ക് ഓർ ക്രെഡിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ആഡ് മാനുവലി എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് മാനുവലായിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ക്രെഡിറ്റ് കാർഡ് എന്നുള്ളതാണ് കൊടുക്കുന്നത്. അക്കൗണ്ട് നെയിമായിട്ട് ഞാനിവിടെ ടെസ്റ്റ് കാർഡ് എന്നുള്ള നെയിമാണ് ചൂസ് ചെയ്യുന്നത്. കറൻസി INR തന്നെ കൊടുത്തിട്ട് നമ്മളിവിടെ സേവ് ചെയ്യുന്നു. ഇനി ഇതുപോലെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വഴിയാണ് എന്തെങ്കിലും ഒരു എക്സ്പെൻസ് നമ്മൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ എക്സ്പെൻസ് ബുക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എക്സ്പെൻസിൽ വന്നിട്ട് നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യുക, എക്സ്പെൻസിന്റെ അക്കൗണ്ട് നമ്മളിവിടെ കൊടുക്കുക. ഇപ്പം ഞാനിവിടെ അഡ്വർടൈസിംഗ് ആൻഡ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു 5000 റുപ്പീസാണ് സ്പെൻഡ് ചെയ്തതെന്ന് വിചാരിക്കാം. ഇവിടെ പെയ്ഡ് ത്രൂ എന്നുള്ളിടത്ത് നമ്മൾ ടെസ്റ്റ് കാർഡ് എന്നുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ സേവ് ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ബിൽസ് ആണെങ്കിലും ബില്ലിന്റെ പേയ്മെന്റ് ബുക്ക് ചെയ്യുന്ന സമയത്തും ഇതേ പ്രോസസ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. ബില്ലിൽ വന്നിട്ട് റെക്കോർഡ് പേയ്മെന്റ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ പേയ്മെന്റ് മോഡ് എന്നുള്ളത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം പെയ്ഡ് ത്രൂ എന്നുള്ളത് നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സേവ് ആസ് പെയ്ഡ് എന്നുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ബാങ്കിൽ നിന്നും നമ്മൾ ക്രെഡിറ്റ് കാർഡിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാങ്കിൽ വരിക, ഇവിടെ ആഡ് ട്രാൻസാക്ഷനിൽ ട്രാൻസ്ഫർ ടു അനദർ അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം എത്ര ഫണ്ടാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ എമൗണ്ട് നമുക്കിവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ സേവ് ചെയ്യുന്നു. ഇനി ക്രെഡിറ്റ് കാർഡിന്റെ ചാർജസ് പിടിക്കുന്ന സമയത്തും നമ്മൾ ഇതുപോലെ എക്സ്പെൻസിന്റെ എൻട്രി പോസ്റ്റ് ചെയ്താൽ മതി.